തിരുപ്പതി ദർശനം എങ്ങനെ സമ്പൂർണ്ണമാക്കാം? കേരളത്തിൽ നിന്നും തിരുപ്പതിയിലേക്ക് ദർശനത്തിനായി പോകുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണിത്. ഭഗവാന്റെ നാമത്തിൽ ഗോവിന്ദ ഗോവിന്ദ എന്ന് കമന്റ് ചെയ്തതിനു ശേഷം ഈ ഒരു വീഡിയോ ശ്രദ്ധയോടെ കേൾക്കുക. തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനമാണ് തിരുപ്പതി ദർശന സമ്പൂർണ്ണത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായി നമ്മൾ ദർശനത്തിനായി പോവേണ്ടത്. ഭഗവാന്റെ പത്നിയായ മഹാലക്ഷ്മിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രം. അപ്പൊ ഈ ഒരു ക്ഷേത്രം എവിടെയാണ്? നമ്മളിപ്പോൾ ട്രെയിൻ ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, നമ്മൾ വന്ന് ഇറങ്ങിയ തിരുപ്പതി എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ തിരുപ്പതി റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വിഷ്ണു നിവാസം കോംപ്ലക്സ് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബസ് ലഭിക്കും. രാവിലെ 5 മണി തൊട്ട് നമുക്ക് തിരുച്ചാനൂർ പോകാൻ ബസ് ലഭിക്കും. 20 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ. 20 രൂപയായിരിക്കും ബസ് ചാർജ് മിനിമം വരുന്നത്. ശേഷം ആ ദർശനം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ വരണം. തിരുപ്പതി റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ വരുമ്പോൾ ഗോവിന്ദരാജ പെരുമാളുണ്ട്, അതായത് ഭഗവാന്റെ ജ്യേഷ്ഠനുണ്ട്. അവിടെ നിന്ന് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. ഒരു 800 മീറ്ററേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു 600 മീറ്റർ. അവിടെയാണ് നമുക്ക് രണ്ടാമത് ദർശനം നടത്തേണ്ടത്, ഗോവിന്ദരാജ പെരുമാൾ ദർശനം. ഇനി മൂന്നാമത് ദർശനം നടത്തേണ്ടത് വരാഹസ്വാമി ക്ഷേത്രമാണ്. അതായത് ഭഗവാന് തിരുമലയിൽ ക്ഷേത്രം പണിയാനായിട്ട് സ്ഥലം കൊടുത്ത സ്വാമിയാണ് നമ്മുടെ വരാഹസ്വാമി. ആ സ്വാമി എവിടെയാണ്? അത് നേരെ തിരുമലയിലാണ്. അപ്പൊ നിങ്ങൾക്ക് നേരെ ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ ആദ്യം തിരുമലയിലോട്ട്, അതായത് തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലോട്ട് ബസ് കയറി പോകുമ്പോൾ ആദ്യം വരാഹസ്വാമി ക്ഷേത്ര ദർശനത്തിന് വേണം നിങ്ങൾ പോകാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ അടുത്തേക്ക് ദർശനത്തിനായിട്ട് പോവുക, തിരുപ്പതി ഭഗവാന്റെ. അതും കഴിഞ്ഞ് തിരിച്ച് നിങ്ങൾ നേരെ മല ഇറങ്ങി നമ്മുടെ തിരുപ്പതിയിലോട്ട് വരുമ്പോഴത്തേക്കും പോവേണ്ട ഒരു ക്ഷേത്രമുണ്ട്, കാളഹസ്തി. അതും നമ്മുടെ ആ ഒരു ബസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ബസ് ലഭിക്കും. ഒരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. മിനിമം 50-55 രൂപ വെച്ച് ഒരാൾക്ക് ബസ് ചാർജ് വരും. ആ കാളഹസ്തി ദർശനം കൂടെ കഴിഞ്ഞ് പിന്നെ ഒരു ക്ഷേത്രങ്ങളിലും കയറാനായി നിൽക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഈ പറയുന്നത് നമ്മുടെ ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പറയപ്പെടുന്ന വെച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇങ്ങനെ തന്നെ പോകണമെന്ന് ആരെയും ഞാൻ നിർബന്ധിക്കുന്നതുമില്ല. പക്ഷേ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ചെറിയ ശ്രമം മാത്രമാണ്. ശേഷം കാളഹസ്തി ദർശനം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ നാട്ടിലോട്ട് വിട്ടോ, മറ്റു ക്ഷേത്രങ്ങളിലേക്ക് എങ്ങും പോകണ്ട. അപ്പോഴാണ് ശരിക്കും തിരുപ്പതി ദർശനം സമ്പൂർണ്ണമാകുന്നത്. തീർച്ചയായും ഞാനൊരു വലിയ വീഡിയോ ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് 3 മിനിറ്റ് വീഡിയോ മാത്രമേ പറ്റത്തുള്ളൂ. നല്ല വിശദീകരിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്കായിട്ട് ഉടനെ ഈ ഒരു ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ഒരു വീഡിയോ കാണുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും പിടികിട്ടും. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹവും ദർശനവും സംരക്ഷണയും എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പൊ ഭഗവാന്റെ നാമത്തിൽ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്.